Hi everyone, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ലീഗൽ മെട്രോളജിയുടെ പാക്കർ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. മുമ്പ് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരുന്നു. ഓൺലൈൻ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇത് കൂടുതൽ എളുപ്പമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ലോക്കൽ ബോഡി ഇഷ്യൂ ചെയ്യുന്ന ട്രേഡ് ലൈസൻസോ അല്ലെങ്കിൽ D&O ലൈസൻസോ ആവശ്യമായിട്ട് വന്നിരുന്നു. ഇപ്പോൾ നമുക്ക് നാനോ ഇൻഡസ്ട്രി എന്ന രീതിക്ക് നിങ്ങൾ കേസ് സ്വിഫ്റ്റിൻ്റെ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെൽഫ് അക്നോളജ്മെൻറ്റ് വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു പാക്കർ രജിസ്ട്രേഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാക്കർ രജിസ്ട്രേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങാം. എന്നിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. ആപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. 750 രൂപയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീ വരുന്നത്. ട്രേഡ് ലൈസൻസ് ഇഷ്യൂഡ് ബൈ ലോക്കൽ ബോഡി ആണ് നിർബന്ധമായിട്ട് ചോദിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്. അതായത് നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലോ മുനിസിപ്പാലിറ്റി ആണെന്നുണ്ടെങ്കിലോ കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലോ അവരുടെ അടുത്തു നിന്നുള്ള അനുമതി വേണമെന്നുള്ളത്. അതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ നാനോ ഇൻഡസ്ട്രി ആയിട്ട് കേസ് സ്വിഫ്റ്റിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൽഫ് അക്നോളജ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഡീഡോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ നിർബന്ധമായിട്ട് വരുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് റെൻ്റ് അല്ലെങ്കിൽ ലീസ് അല്ലെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഓഫ് ദി ബിൽഡിംഗ് ആണ്. നിങ്ങൾ ബിസിനസ് പ്രവർത്തിക്കുന്നത് എവിടെയാണോ ഏത് ബിൽഡിങ്ങിലാണോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ റെൻ്റ് അല്ലെങ്കിൽ ലീസ് അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ബിൽഡിംഗ് ടാക്സ് അടച്ചിട്ടുള്ളതിൻ്റെ റിസിപ്റ്റാണ്, അതായത് കെട്ടിട നികുതിയുടെ റിസിപ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇനി പാക്കർ രജിസ്ട്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസത്തിനകത്താണ് നമുക്കിത് ഇഷ്യൂ ആയിട്ട് കിട്ടുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് പാക്കർ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളത് നോക്കാം. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ താഴെ കാണുന്ന രജിസ്റ്റർ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് കിട്ടുക. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പിൻകോഡാണ് ചോദിക്കുന്നത്. പിൻകോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ചോദിക്കുന്നത് ഫോൺ നമ്പറാണ്. ഫോൺ നമ്പറിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാം റെഡ് ആസ്റ്ററിസ്ക് ഇല്ല അവിടെ. അതുകൊണ്ട് തന്നെ നമുക്കത് മാൻഡേറ്ററി ആയിട്ട് ഫിൽ ചെയ്യേണ്ടതല്ല. അതുകൊണ്ട് ഞാനിവിടെ അത് സ്കിപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് മൊബൈൽ നമ്പർ കൊടുക്കാം. അതിനുശേഷം ഇവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ ആധാർ നമ്പറും ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും വോട്ടർ ID-യുമാണ്. ഇത് നിർബന്ധമല്ല. ഇത് ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ഭാവിയിൽ പാസ്വേഡ് മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ആധാർ നമ്പർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇത് ആവശ്യമില്ല. നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. പാസ്വേഡ് നിങ്ങൾ ഭദ്രമായിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ടാൽ മതി. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID തന്നെ യൂസർ നെയിമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ ഇമെയിൽ ID തന്നെയാണ് യൂസർ നെയിമായിട്ട് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഇനി നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. സ്പേസ് ഒന്നും ഇടാതെ തന്നെ 5 ക്യാരക്ടേഴ്സെങ്കിലും ചുരുങ്ങിയതുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ക്യാപ്ചർ കോഡും കൂടി കൊടുത്ത് രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പാസ്വേഡ് സേവ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാനായിട്ടും യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ചർ കോഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു സ്ക്രീനാണ്. വെൽക്കം ടു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലീഗൽ മെട്രോളജി കേരള എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ക്രീൻ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഞാൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഓപ്ഷനിൽ ഞാൻ പ്ലീസ് ക്ലിക്ക് ഹിയർ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾ ഏതൊരു കാര്യത്തിനാണോ രജിസ്ട്രേഷൻ എടുക്കുന്നത് അതിൻ്റെ രീതിയിൽ തന്നെ താഴ്ന്ന് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ പറയുന്നത് ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള പാക്കർ രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം. ഇതിനായിട്ട് നിങ്ങളുടെ കമ്പനി ഏത് ടൈപ്പ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യാം. പാർട്ട്ണർഷിപ്പിലുള്ള ഒരു ഫേമാണോ, കമ്പനിയാണോ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ, പ്രൊപ്പറേറ്ററി ആണോ, സ്വന്തമായിട്ട് തന്നെ നടത്തുന്ന സ്ഥാപനമാണോ. അപ്പോൾ ഞാനിവിടെ പ്രൊപ്പറേറ്ററി ആണ് എടുക്കുന്നത്.
നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഫേമിൻ്റെ നെയിം എന്താണെന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫേമിൻ്റെ നെയിം ഇതുവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ, അതായത് സ്ഥാപനത്തിനായിട്ട് ഒരു പേര് ഇപ്പോൾ നിങ്ങൾ കണ്ടുവച്ചിട്ടില്ല, നിങ്ങൾ ആദ്യം തന്നെ പാക്കർ രജിസ്ട്രേഷൻ എടുക്കാനായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ കംപ്ലീറ്റ് അഡ്രസ്സാണ്. ബിൽഡിംഗ് നമ്പർ അടക്കം തന്നെ അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിൻകോഡ് കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് വില്ലേജിന് കൂടി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ലോക്കൽ ബോഡി ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം, അതായത് മുനിസിപ്പാലിറ്റി ആണോ, കോർപ്പറേഷൻ ആണോ, അതോ പഞ്ചായത്താണോ എന്നുള്ളത്. അതിനുശേഷം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നമ്പർ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഇനി ചോദിക്കുന്നത് ഇതിൻ്റെ വാർഡ് ഡിവിഷൻ നമ്പറാണ്, അതുകൂടി കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഓട്ടോമാറ്റിക്കലി തന്നെ ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ഡ്രാഫ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതെല്ലാം ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ പേജ് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പേജ് 2 നോക്കാം. ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന പ്രൊപ്പറേറ്ററിൻ്റെയോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെയോ ഡയറക്ടേഴ്സിൻ്റെയോ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഞാനിവിടെ പ്രൊപ്പറേറ്ററിൻ്റെ നെയിമും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുകയാണ്. ടൈറ്റിൽ നിങ്ങൾക്ക് മിസ്റ്റർ ആണോ, മിസ്സിസ് ആണോ, മിസ് ആണോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം നെയിം കൊടുക്കുക, ഏജ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ റിലേഷൻ ടൈപ്പിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ നെയിം കൊടുക്കണ്ട. അതിനായിട്ട് ഇവിടെ റിലേഷൻ ടൈപ്പ് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരാളുടെ പേര് നിങ്ങൾ റിലേഷൻ നെയിമിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആരെയാണോ റിലേഷൻ നെയിമായിട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരാളുടെ അഡ്രസ്സ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്താണോ ബിസിനസ് ഏറ്റെടുത്തത് ആ ഒരു ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആദ്യം ഇയർ സെലക്ട് ചെയ്യാം, അതിനുശേഷം മന്ത് സെലക്ട് ചെയ്യാം, അതിനുശേഷം ഡേറ്റ് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് താഴെ അപ്ഡേറ്റ് ഡ്രാഫ്റ്റിൽ പോവാം. ഞാനിപ്പോൾ ഇവിടെ പേജ് 3 ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ ഇനി ചോദിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടാങ്കർ ലോറിയോ ഓട്ടോയോ ടാക്സിയോ മീറ്റർ ഉള്ളത് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനത്തിന് ബ്രാഞ്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യെസ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ അതില്ല, അതുകൊണ്ട് ഞാൻ നോ ആണ് അടിക്കുന്നത്. ഇനി ഞാനിവിടെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്, ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനെൻ്റെ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് രജിസ്റ്റേർഡ് ഫേംസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഫേമിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇവിടെ ഇപ്പോൾ വ്യൂ ഫേം എന്ന ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫേമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളിപ്പോൾ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് പിന്നീട് ബ്രാഞ്ച് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ബ്രാഞ്ച് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് പാക്കർ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹോം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കിവിടെ പാക്കർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടർ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ന്യൂ പാക്കർ ഓർ ഇമ്പോർട്ടർ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആസ്, അതായത് നിങ്ങളൊരു മാനുഫാക്ചറർ അല്ലെങ്കിൽ പാക്കർ ആയിട്ടാണോ രജിസ്റ്റർ ചെയ്യുന്നത് അതോ ഇമ്പോർട്ടർ ആയിട്ടാണോ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ പാക്കർ രജിസ്ട്രേഷൻ ആയിട്ട് മാനുഫാക്ചറർ അല്ലെങ്കിൽ പാക്കർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫേമിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കലി തന്നെ ലോഡ് ആവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ഒന്നും കൂടി വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് പേജ് 2 എന്ന ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ചില കോളത്തിന് നേരെയായിട്ട് ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ഒരു ചെക്ക് ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോളം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഫേം നെയിമിൻ്റെ നേരെയുള്ള ഈ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫേം നെയിം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് പേജ് 2ലേക്ക് കടക്കാം. പേജ് 2ൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫേമിൽ അല്ലെങ്കിൽ ബ്രാഞ്ച് എന്നുള്ള ഓപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഫേം ലോഡായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പാക്കിംഗ് യൂണിറ്റിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അതിനായിട്ട് ബിൽഡിംഗ് നമ്പർ ബാർ വാർഡ് നമ്പർ എന്ന രീതിക്ക് നിങ്ങൾ ഫസ്റ്റ് കോളത്തിൽ ഫില്ല് ചെയ്യുക. ബാക്കി കാണുന്ന ഓപ്ഷൻസ് എല്ലാതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ്, വില്ലേജ്, സ്ട്രീറ്റ്, താലൂക്ക്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു പാക്കിംഗ് യൂണിറ്റിന് കറക്റ്റായിട്ടുള്ള രീതിക്ക് കൊടുക്കുക. ഇനി ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ ഏതൊക്കെ കമ്മോഡിറ്റീസാണ് പ്രീ പാക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കമ്മോഡിറ്റീസ് വിൽക്കുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക, ഏതൊക്കെയാണ് കറക്റ്റായിട്ട്. ഇപ്പോൾ നിങ്ങൾ പിക്കിളാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പിക്കിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ വരുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിനകത്ത് ഇത് ആഡ് ചെയ്യുന്നത്. ഓരോന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴും ഇവിടെ താഴെ ഓപ്ഷൻസ് വരും, എന്താണ് അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇവിടെ വരും. അപ്പോൾ നിങ്ങൾക്കത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേജ് 3യിലേക്ക് പോവാം. നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ സേവ് ഡ്രാഫ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കാം.
ഇനിയിപ്പോൾ നമുക്ക് പേജ് 3ലേക്ക് കിടക്കാം. പേജ് 3ൽ ഇവിടെ ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് നിങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം 90 ദിവസത്തിനകത്താണോ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ യെസ് ഓപ്ഷൻ കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് ആവശ്യമായിട്ട് വരുന്നത് ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ്, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഓഫ് ദി ബിൽഡിംഗ് അല്ലെങ്കിൽ റെൻറ്റ് അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ലീസ് അഗ്രിമെൻറ്റ്. പിന്നെ വേണ്ടത് ട്രേഡ് ലൈസൻസ് അല്ലെങ്കിൽ FSSAIയുടെ സർട്ടിഫിക്കറ്റ്. അതുമല്ലെന്നുണ്ടെങ്കിൽ ഉദ്യോഗാധാർ, ഇൻഡസ്ട്രീസിൻ്റെ അല്ലെങ്കിൽ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. അത് നമ്മുടെ സെൽഫ് അക്നോളജ്മെൻ്റ് ആണ്, K-SIFTൻ്റെ. ഇനി ചോദിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഫ്രം പഞ്ചായത്ത് സെക്രട്ടറി, അല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് ഡിക്ലറേഷൻ. അപ്പോൾ നിങ്ങൾക്കൊരു സെൽഫ് ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഓരോ ഡോക്യുമെൻറ്റിൻ്റെയും എല്ലാ സൈറ്റ്സും തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല PDF ഫയൽസ് മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ .jpg ഫയൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആദ്യം PDF-ലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ് അങ്ങനെ ഡോക്യുമെൻറ്റ്സ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഐകാർഡിൽ കൊടുക്കാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി വ്യൂ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ടാക്സ് റെസിപ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത്. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെയും PDF ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനി റെൻ്റ് അഗ്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഗ്രിമെൻറ്റിൻ്റെ കംപ്ലീറ്റ് കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇനി കൊടുക്കേണ്ടത് ട്രേഡ് ലൈസൻസ് അല്ലെങ്കിൽ FSSAIയുടെ ഫുഡ് രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റോ ഫുഡ് ലൈസൻസോ ഉണ്ടെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ ഉദ്യോഗാധാറിൻ്റെ, അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ K-SIFTൻ്റെ രജിസ്ട്രേഷൻ, അത് അപ്ലോഡ് ചെയ്യേണ്ട സ്പേസ് ആണിത്. അപ്പോൾ ചൂസ് ഫയൽ എടുക്കുക, സാധാരണ പോലെ തന്നെ അപ്ലോഡ് ചെയ്യാം ഫയൽ. ഇനി പഞ്ചായത്ത് സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് ഡിക്ലറേഷൻ എഴുതി അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ഡോക്യുമെൻറ്റ്സും സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫയൽ എല്ലാം അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫീസ് അടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഫീ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഇവിടെ ക്ലിക്ക് ടു അപ്ലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അവിടെ പോയി നോക്കാം. ഇപ്പോൾ വ്യൂ എന്ന ഓപ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് അപ്ലോഡ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ഇനി നമുക്ക് ഫീസ് അടക്കാം. അതിനായിട്ട് ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. ഇനി ഇവിടെ ഡിക്ലറേഷൻ്റെ അവിടെ I agree എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എത്രയാണ് ഫീസ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അവിടെ ലോഡായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഡ്രാഫ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഫേമിൻ്റെ ഡീറ്റെയിൽസ് ലോഡ് ആവുന്നതാണ്. എത്രയാണ് പേയ്മെൻറ്റ് എന്നുള്ളത് ഒന്നുകൂടി ഡിസ്പ്ലേ ആവുന്നതാണ്. ഇനി നമുക്ക് മേക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ പേയ്മെൻറ്റ് മെത്തേഡ്സ് എല്ലാം ഡിസ്പ്ലേ ആവുന്നതാണ്. നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴിയോ UPI പേയ്മെൻറ്റ് വഴിയോ റീറ്റെയിൽ ബാങ്കിങ് അല്ലെങ്കിൽ ഭാരത് QR കോഡ് വഴിയോ കോർപ്പറേറ്റ് ബാങ്കിങ് വഴിയോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് മെത്തേഡ് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ UPI പേയ്മെൻറ്റ് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏത് മെത്തേഡാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു GRN നമ്പർ കാണിക്കുന്നുണ്ട്. ഓക്കെ അടിക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും. പ്രൊസീഡ് അടിക്കാം. ഇനി നമുക്ക് UPI വഴിയാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിവിടെ UPI എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ UPI ID കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി എൻ്റെ UPI ആപ്പ് എനിക്ക് മൊബൈലിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മൊബൈലിൽ പേയ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു സ്ക്രീനാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ID, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഡേറ്റ്, ടൈം, ഫോം ടൈപ്പ്, പാക്കർ ലൈസൻസ് ആണ്. പിന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ടു ഏത് ഒഫീഷ്യലിനാണോ ആ ഒഫീഷ്യലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നതാണ്. പിന്നെ നമുക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു കോപ്പി കാണാവുന്നതാണ്. അതിനായിട്ട് ഇവിടെ വ്യൂ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് സൈൻ ചെയ്ത് സൂക്ഷിക്കുക. ഫിസിക്കൽ വെരിഫിക്കേഷൻ വരുമ്പോൾ അത് കാണിക്കാനുള്ളതാണെന്നാണ് പറയുന്നത്. അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ വ്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫോം കിട്ടുന്നത്. ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഡൗൺലോഡ് ബട്ടൺ അടിച്ചു കൊടുക്കാം.
ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻ്റ് എടുത്ത് സൈൻ ചെയ്തിട്ട് സൂക്ഷിച്ചാൽ മതി.